ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ സാബു കാക്കരിയിൽ കരിസ്മാറ്റിക് നവീകരണ കൂട്ടായ്മയിലുള്ളതാണ്. ഇപ്പോൾ മദ്യം മയക്കുമരുന്ന് ലഹരിയോട് വിടചൊല്ലാം ആത്മീയ ലഹരിയിലേക്ക് മടങ്ങാമെന്ന സന്ദേശവുമായി ഒരു തീരദേശ മിഷൻ ഒരു ബോധവൽക്കരണ പ്രോഗ്രാമുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ ജീവിത പങ്കാളി മേരി ഗ്രേസ്. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. മൂത്ത മകൻ ഓസ്റ്റിൻ ഫ്രാൻസിസ്, അവൻ എൻജിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു. രണ്ടാമത്തവള് ഓഷൻ മരിയ, +2 കഴിഞ്ഞ് ജർമ്മൻ ഭാഷ കഴിഞ്ഞ് വിദേശത്ത് ജർമ്മൻ പഠിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. മൂന്നാമത്തെ കുട്ടിയുടെ പേര് ആൻഡ്രിയ ആൻമരിയ, അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാമത്തെ കുട്ടി അൽബർത്ത റൂത്ത് റെബേക്ക, 2 വയസ്സായിട്ടില്ല. ഇത് ഞങ്ങളുടെ അമ്മച്ചിയാണ്, മേരി ഫ്രാൻസിസ്. അപ്പച്ചൻ മരിച്ചു. ഞങ്ങളുടെ കൂടെ അപ്പച്ചൻ്റെ ഒരു സഹോദരി മോനിക്ക, 86 വയസ്സുണ്ട്, ഞങ്ങളുടെ കൂടെയാണ്. ചിറ്റയ്ക്ക് വികലാംഗയാണ്, വിവാഹവും കഴിച്ചിട്ടില്ല, ഞങ്ങളുടെ കൂടെയാണ് വർഷങ്ങളായി. കരിസ്മാറ്റിക് നവീകരണത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് എനിക്കിപ്പോൾ 55ാമത്തെ വയസ്സിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈശ്വരൻ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വീട്ടിലേക്ക് വന്നാൽ ചിലപ്പോൾ നമ്മൾ ടെൻഷനായിട്ടാണ് മരുന്നെങ്കിലും കുഞ്ഞിൻ്റെ വിളിയും കുഞ്ഞിൻ്റെ ആ ഞങ്ങളോടൊപ്പമുള്ള പങ്കുവയ്ക്കലും ഒക്കെ വളരെ സന്തോഷമാണ്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ എന്തിനാണെന്ന് ചോദിക്കുന്നവർക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ: വാർദ്ധക്യത്തിലായിരിക്കുമ്പോഴും നമ്മുടെ കരം പിടിക്കുവാൻ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത്. ഞങ്ങളുടെ ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് അൽബർത്തായെ കർത്താവ് നൽകി. സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ചു. വലിയ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോവുകയാണ്. മക്കളൊക്കെ അവരുടെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിദേശത്തൊക്കെ പോകാനായിട്ടൊക്കെ തയ്യാറായി നിൽക്കുമ്പോൾ ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് വാർദ്ധക്യത്തിലും ഒരു ഊന്നുവടി പോലെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെയുള്ളത് ഏകാന്തതയുടെയും വിരസതയുടെയും ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അവർക്ക് ഒരു മറുപടി എന്നോണം ഞങ്ങൾ ഒറ്റയ്ക്കല്ല, മക്കൾ കൂടെയുണ്ട്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തരുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പറയുന്നത് പോലെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവാനും കർത്താവ് വഴിയൊരുക്കുന്നു. കർത്താവ് നൽകിയ ഈ വലിയ കുടുംബത്തെ ഓർത്തുകൊണ്ട്, ദാനമായി തന്ന മക്കളെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.